ഹലോ, എല്ലാവർക്കും തിരുവോണ ദിനത്തിലെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. 2 ദിവസം വൈകിപ്പോയി ഞാൻ വീഡിയോ ഇടാനായിട്ട്, കാരണം കുറച്ച് തിരക്കായിരുന്നു. ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയിൽ നിന്നല്ല, പകൽ ടൈമിലേ തുടങ്ങി ഞങ്ങൾ ദിനത്തിലേക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ട് ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അന്നത്തെ ദിവസം രാത്രി ഞങ്ങൾ എല്ലാവരും തന്നെ ഉറങ്ങിയിട്ടില്ല, ഒരു 2:30-3 മണി വരെ ഉറങ്ങിയിട്ടില്ല. തൃക്കാക്കരയപ്പൻ്റെ കളമൊരുക്കലും കാര്യങ്ങളൊക്കെ രാത്രി തന്നെ ഞങ്ങൾ ചെയ്തു വെച്ചു. എന്നിട്ട് വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് ഓണം കൊള്ളാമെന്നാണ് ആദ്യം ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ സമയം ഇങ്ങനെ വൈകുന്തോറും പിന്നെ അമ്മ പറഞ്ഞു, എന്തായാലും നമ്മളിങ്ങനെ വൈകിക്കൊണ്ടിരിക്കില്ലേ, അപ്പോൾ തന്നെ വെളുപ്പിനെ നമുക്ക് ഓണം കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് നീണ്ടുപോയത്. മക്കളുടെ വകയായിട്ട് അവർ വലിയ പൂക്കളം തന്നെ ഒരുക്കുന്നുണ്ടായിരുന്നു. സമയം അപ്പോൾ തന്നെ 12:15 ആയിട്ടുണ്ടായിരുന്നു. ആ സമയം ഞങ്ങളുടേതായിട്ടുള്ള പണികൾ ചെയ്യുമ്പോഴും മക്കൾ ഈ ഓണപ്പൂക്കൾ ഇടാനുള്ള പരിപാടിയിലായിരുന്നു. സംഭവം ഫിനിഷ് ആയിട്ടില്ല, എന്നാലും പാറും ഏതും കൂടിയിട്ടാണ്, എൻ്റെ മോനും കൂടിയിട്ടാണ് അതിൻ്റെ പൂക്കളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഞാനും തൃക്കാക്കരപ്പനെ ഒരുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. അതിൻ്റെ മുകളിൽ പൂവൊക്കെ കുത്തി അമ്മ കളമൊക്കെ ഒരുക്കുമ്പോഴും ഇതൊക്കെ റെഡിയാക്കി അവൻ കൊടുക്കുമായിരുന്നു. പിന്നെ പൂവടയുണ്ടാക്കി നിലവിളക്കും കാര്യങ്ങളൊക്കെ തേച്ച് കഴുകി എടുത്ത് എണ്ണയൊക്കെ കൊടുത്തു. അപ്പോൾ അതെല്ലാം അമ്മ സെറ്റ് ചെയ്തോളും. വെളുപ്പിന് 1:30 മണിക്ക് ശേഷമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. രാത്രി നല്ല വെളുപ്പിൽ തന്നെ ഞങ്ങൾ ഓണം കൊള്ളുകയാണ്. കാരണം നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ അങ്ങ് ഓണം കൊണ്ടിട്ട് കിടക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ നേരം വെളുത്ത് ഒരു 5 മണിയൊക്കെ ആവും ചിലപ്പോൾ കണ്ണുറക്കുമ്പോൾ, 5 അല്ല അതിലും ഇതാവും. അപ്പോൾ പിന്നെ നമ്മൾ ഓണം കൊള്ളാൻ വൈകുമല്ലോ, എന്നാൽ പിന്നെ കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ഓണം കൊള്ളാമെന്ന് കരുതിയിട്ട് അമ്മ പറഞ്ഞ പ്രകാരം ഞങ്ങളതെല്ലാം സെറ്റ് ചെയ്തു. വിളക്കും കൊളുത്തി കേട്ടോ. അതിനുശേഷമാണ് അമ്മ വീണ്ടും ഒന്ന് പുറത്തെ കളമൊക്കെ ഒന്ന് ഒരുക്കി കൊടുക്കുമായിരുന്നു. കാരണം ഞങ്ങളൊന്ന് ഫ്രണ്ടിൽ ഗേറ്റിന് വെളിയിലുള്ള കളം ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വന്നു. കാരണം വണ്ടി കയറാനുള്ള സൗകര്യത്തിന്, അല്ലെങ്കിൽ സെൻറ്ററിൽ തന്നെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ട് നല്ല പറ്റില്ല. അപ്പോൾ ഇത്തിരി നീക്കിയൊക്കെ ചെയ്തപ്പോഴേക്കും ഇത്തിരി സമയം വൈകി. പൂക്കൾ ഞങ്ങൾ കുറച്ച് വാങ്ങിയിട്ടുള്ളതുകൊണ്ട് മെയിൻ പൂക്കൾ ഒരുക്കാനും ബാക്കി എല്ലാ തറകളെന്നല്ല എല്ലാ കളങ്ങളിലും നമ്മൾ പൂ കൊണ്ട് അലങ്കരിക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുടുംബത്തിലെ എല്ലാവരും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തതും പൂക്കൾ ഒരുക്കുന്നതും മറ്റു ജോലികൾ തീർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല, നമ്മുടെ ജോലികൾ തീരുന്നത് തന്നെ അറിയില്ല. അതൊക്കെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ് എല്ലാവരും കൂടി ചെയ്യുമ്പോൾ. അത് വർഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഓണം വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ചില സന്തോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കൃത്യം വെളുപ്പിന് 2 മണിക്ക് തന്നെ ഞങ്ങൾ തിരുവോണത്തെ വരവേറ്റു കേട്ടോ, വിളക്കൊക്കെ വെച്ച്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. 2-നും 3-നും ഇടയിലായിട്ടാണ് നമ്മളത് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. അത് ആ കറക്റ്റ് ടൈമിൽ തന്നെ ഞങ്ങൾ ചെയ്യുകയും ചെയ്തു കേട്ടോ. ഒത്തിരി വൈകിട്ടാണ് കിടന്നതെങ്കിലും ഞങ്ങൾ 5:30 മണി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റു. രാവിലത്തേക്കുള്ള ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തു കേട്ടോ. അതിനുശേഷമാണ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയത്. എല്ലാവരും ആ സമയമായപ്പോഴേക്കും 8 മണിയായപ്പോഴത്തേക്കും ക്ഷേത്രത്തിൽ പോകാനായിട്ട് റെഡിയായി ഞങ്ങൾ ഇറങ്ങി. സാധാരണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എല്ലാവരും സെറ്റൊക്കെ എടുത്തിട്ടാണ് പോവാറെങ്കിലും ഞാൻ ആകെ ഡിഫറെൻ്റ് ആക്കി കേട്ടോ. പട്ടിസാരിയിലാണ് ഇന്നത്തെ പോക്ക്. ഉദ്ദേശിച്ച ഡ്രസ്സ് ഞാൻ മാറ്റി വെച്ചു, എന്നിട്ട് ഇതെടുക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെയാണ് അതെടുത്ത് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്.
തിരുവോണമായിട്ട് ഒത്തിരി തിരക്കുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ. അതുകൊണ്ട് തന്നെ ഒന്ന് തൊഴുതിറങ്ങാനായിട്ട് വൈകിയിരുന്നു, പ്രസാദം കിട്ടാൻ വൈകി. വീട്ടിൽ വന്നതിന് ശേഷം ചെറിയൊരു ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. കാരണം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പിന്നെ അത് വാരി വലിച്ചിടണമല്ലോ. ഓരോ തിരുവോണം വരുമ്പോഴും ഞങ്ങളുടെ വീട്ടിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ പിറന്നാൾ കൂടിയാണ് കേട്ടോ. എവിടെയാണെങ്കിലും തിരുവോണം എന്ന് പറയുന്നത് എൻ്റെ പിറന്നാൾ ആഘോഷമാണ്. ഓണത്തിനേക്കാൾ അല്ലെങ്കിൽ തിരുവോണത്തിനേക്കാൾ ഉപരി പിറന്നാൾ ആഘോഷമാണ്. രണ്ടും കൂടി ആ ഒരു ദിവസം അങ്ങ് നടന്നു പോകുമെന്നുള്ളൂ. അപ്പോൾ തിരുവോണവും എൻ്റെ ബർത്ത്ഡേയും കൂടി കൂടിയിട്ട്, ബർത്ത്ഡേ അല്ല പിറന്നാൾ, ഒരു ഇരട്ടി മധുരമാണ് ഞങ്ങളുടെ ഫാമിലിക്ക്. വീട്ടിൽ ഓരോ പിറന്നാൾ വരുമ്പോഴും മക്കൾക്ക് വലിയ സന്തോഷമാണ്. സംഭവം വേറൊന്നുമല്ല, കേക്ക് കിട്ടുമല്ലോ. ഇത് ചിങ്ങത്തിലെ തിരുവോണമാണ് ഞാൻ, ചിങ്ങത്തിലെ അത്തമാണ് ഹസ്ബൻഡ്. അപ്പോൾ അത്തത്തിൻ്റെ അന്ന് ഏട്ടൻ്റെ പിറന്നാൾ ഉണ്ടായിരുന്നു. അത് ഞാൻ അത്തം വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏട്ടന് പിന്നെ ഇങ്ങനെ കേക്ക് മുറിക്കലും അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ ഏട്ടന് താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് കേക്കൊക്കെ വാങ്ങിത്തരും, എനിക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിത്തരും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കൊടുത്ത സാരി എന്ന് പറഞ്ഞാൽ പിങ്ക് കളർ ഏട്ടൻ്റെ ഗിഫ്റ്റായിരുന്നു. അത് വളരെ സർപ്രൈസായിട്ട് വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു. കേക്ക് മുറിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഏട്ടൻ്റെ ഗിഫ്റ്റ് ആയിട്ടുള്ള സാരിയൊക്കെ കൊടുത്ത് ഫോട്ടോഷൂട്ടും കഴിഞ്ഞപ്പോഴേക്കും സമയം ഒത്തിരി വൈകിട്ടോ. മക്കൾക്ക് വിശക്കണമെന്നൊക്കെ പറഞ്ഞ കാരണം അവരാദ്യമേ കഴിച്ചു. അതിനുശേഷമാണ് ഞാൻ കഴിക്കാനിരുന്നത്. അപ്പോഴത്തേക്കും വീണ്ടും പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് കയറി. ഞാനും ഡ്രസ്സൊക്കെ ചേഞ്ച് ധാവണിയൊക്കെ കൊടുത്തു അടുക്കളയിലേക്ക് കയറി. കാരണം ഉച്ചക്കത്തേക്കുള്ള ബാക്കിയുള്ള കറികളൊക്കെ വയ്ക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ അമ്മയും ഞാനും കൂടി കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാം. ഒരു 12:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം സെറ്റാവും. തലേ ദിവസം തന്നെ, അതായത് ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ അമ്മ പിറ്റേ ദിവസത്തേക്കുള്ള പച്ചക്കറികളെല്ലാം തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല. അത് വേഗം പാകം ചെയ്തങ്ങ് എടുത്താൽ മതി. എല്ലാം അരിഞ്ഞ് സെറ്റാക്കി അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുക്കളയിൽ അച്ചിങ്ങയും കായയും മെഴുക്ക് പുരട്ടാനുള്ള പരിപാടിയിലായിരുന്നു. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ സെക്കൻഡ് കിച്ചണിൽ അമ്മയുടെ വകപ്പണി വേറെ നടക്കുന്നുണ്ടായിരുന്നു. അവിയലൊക്കെ അടുപ്പത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു. വിറകടുപ്പിൽ തന്നെ രാവിലെ ചോറൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയത്. അപ്പോൾ ഓരോന്ന് കഴിഞ്ഞ് അടുത്തടുത്ത് വേഗം വെക്കാമല്ലോ. അപ്പോൾ അതിനുശേഷം അമ്മ അവിയലൊക്കെ വെച്ചു. അതിനുശേഷമാണ് ഇതിപ്പോൾ അമ്മ കൂട്ടുകറി സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അമ്മയുടെ സ്പെഷ്യൽ കൂട്ടുകറിയാണ്. ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് അമ്മയുടെ കൂട്ടുകറി. പൊതുവേ കൂട്ടുകറി ഇഷ്ടമാണെങ്കിലും അമ്മ വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതങ്ങനെ തന്നെയാണല്ലോ, നമ്മുടെ അമ്മമാർ വെച്ച് തരുമ്പോൾ ഭയങ്കര സന്തോഷവും സ്നേഹവും അല്ലേ. ക്ഷേത്രത്തിൽ കൂട്ടുപായസവും പാൽപ്പായസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 11 മണിയായപ്പോൾ ഞാനത് പോയി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് പാൽപ്പായസവും കൂട്ടുപായസവും വാങ്ങി വന്നപ്പോഴത്തേക്കും അമ്മ വീട്ടിൽ പാലട അടുപ്പത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരുവിധം സെറ്റായിട്ടുണ്ടായിരുന്നു. ഒരടുപ്പത്ത് പായസവും മറ്റേ അടുപ്പത്ത് ക്യാബേജ് തോരനും ഉള്ളത് അമ്മ സെറ്റാക്കി അതും വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ പണികൾ ധൃതി പിടിച്ച് ചെയ്യുമ്പോഴും അടുപ്പത്തിരിക്കുന്നത് കരിഞ്ഞു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അമ്മ അപ്പുറത്തെ അടുക്കളയിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ക്യാബേജ് തോരൻ ഒന്ന് ഇളക്കി കൊടുക്ക്, എന്നിട്ട് ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല, ചിലപ്പോൾ അത് അടുക്കി പിടിക്കും, വേഗം ഒന്ന് ഇളക്കി കൊടുക്കുമെന്ന് പറഞ്ഞ കാരണം ഞാൻ അത് ഇളക്കി കൊടുക്കുമായിരുന്നു. തിരുവോണമായിട്ട് മക്കൾ 3 കൂടി ടി വിയുടെ മുന്നിലിരുന്ന കാരണം അടുക്കളയിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാരണം മോൻ പോയിട്ട് സ്പീക്കറിൽ ഞങ്ങൾക്ക് ഓണത്തിൻ്റെ പാട്ടുകളൊക്കെ ഇട്ട് തരുമായിരുന്നു. അത് പാട്ടൊക്കെ കേട്ട് പാചകം ചെയ്യുമ്പോൾ ഒരു സുഖമാണല്ലോ. അപ്പോൾ മക്കളോടത് പറഞ്ഞ കാരണം അവനത് വന്നിട്ട് എനിക്ക് വേഗം സെറ്റ് ചെയ്ത് തന്നു. അപ്പോഴത്തേക്കും പായസം ഒരു ഇതായെങ്കിലും മധുരം ഒത്തിരി കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി മിൽക്ക് മെയ്ഡ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുമായിരുന്നു. ഇത്തിരി പായസത്തിനും ഇത്തിരി മധുരം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്. ക്യാബേജ് തോരൻ എൻ്റെ മോൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്യത്തില്ല. അത് ഇപ്പോഴാണ് ഞാനതിന് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഒരുവിധം വെന്തു. അപ്പോൾ ലാസ്റ്റ് ജസ്റ്റ് അത് നിന്നിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഓഫ് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോഴൊന്ന് ആവി കയറി കഴിഞ്ഞാൽ ആവുന്ന ഒരു സംഭവമാണ് ക്യാബേജ് എന്ന് പറയുന്നത്. ക്യാബേജ് അപ്പുറത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മ പായസത്തിനുള്ള എന്താ പറയുക, അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നെയ്യിൽ വറുത്ത് അത് ഒഴിക്കുമായിരുന്നു. അതങ്ങനെ ഒഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു മണമുണ്ടല്ലോ, അത് അടിപൊളിയാട്ടോ, സൂപ്പറാണ്. എന്തായാലും പാലടപ്രഥമൻ അല്ലല്ലോ, അടപ്രഥമൻ. അടപ്രഥമൻ ഇത് റെഡി ആയിട്ടുണ്ട്.
ഊണ് കഴിക്കാനുള്ള ഇല വെട്ടാൻ പോക്കായിരുന്നു ഇത്തിരി പാട്. കാരണം തലേ ദിവസത്തേക്കുള്ള ഉത്രാടത്തിൻ്റെ അന്നല്ല, ഓണം കൊള്ളാനുള്ള ഇലകൾ ഞാൻ കുറച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു. ഊണ് കഴിക്കാനായിട്ട് ഇല വെട്ടാൻ നോക്കിയപ്പോൾ കുറേ ഇലകളിലൊക്കെ ഇങ്ങനെ പുള്ളിക്കുത്തൊക്കെ വീണ് ഹോൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കഴിക്കാനെടുക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇലകളൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ട്യൂഷനിൽ തന്നെ എടുത്തില്ല. ഒരു ഇല വെട്ടിയിട്ടത് പകുതിയാക്കി ഞാൻ എടുത്തു. അല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു ഇലയ്ക്ക്. ആകെ 2 വാഴയെ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നുള്ള ഇലയായിരുന്നു അത്. ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം ടേബിളൊക്കെ വൃത്തിയാക്കിയിട്ട് എല്ലാ ഭക്ഷണ സാധനങ്ങളും കറികളും ചോറുകളും എല്ലാം തന്നെ ടേബിളിലേക്ക് നിരത്തി വെച്ചു കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് മരിച്ചു പോയവർക്കൊക്കെ വീത് വെക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം കറികളും ചോറൊക്കെ അങ്ങ് അടുപ്പിച്ച് കൊടുത്താൽ മതി. ഏട്ടനത് ചെയ്തോളും. വീത് വെക്കുന്ന പരിപാടി ഏട്ടനാണ് എപ്പോഴും. അത് വിഷു ആണെങ്കിലും ഓണാണെങ്കിലും എന്താണെങ്കിലും ഏട്ടനാണ് ചെയ്യാറ്. അപ്പോൾ എല്ലാം ഞങ്ങളങ്ങ് അടുപ്പിച്ച് കൊടുത്തു, ഞാനും അമ്മയും. അത് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞങ്ങൾ മാറി നിൽക്കും. അതിനുശേഷമാണ് എല്ലാവരോടും കൂടി വന്നിരുന്ന് കഴിക്കുന്നത്. എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതും നമുക്ക് ഒരു എന്താ പറയുക, ഓണത്തിനേക്ക് അത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ സമയം ഒറ്റയ്ക്ക് ഒരൊറ്റയ്ക്കൊക്കെ ആയിരിക്കും എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഒന്നിച്ചിരിക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണ്. എല്ലാ കറികളും ചോറും എല്ലാവർക്കും എല്ലാം വിളമ്പി സന്തോഷമായിട്ട് ഞങ്ങൾ ഓണസദ്യ കഴിക്കുകയാണ് കേട്ടോ. അതൊരു പ്രത്യേകത നിറഞ്ഞിട്ടുള്ളൊരു സുഖമാണല്ലോ. തിരുവോണസദ്യ മാത്രമല്ല, എൻ്റെ പിറന്നാൾ സദ്യ, അതിനും ഒരു സന്തോഷമാണ്. ഇത്തിരി വൈകിപ്പോയെങ്കിലും ഈ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും തിരുവോണാശംസകൾ കേട്ടോ. എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.